കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2026 ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഒരുപോലെ നിർണായകമാണ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കും. പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങൾക്കപ്പുറം യുവതലമുറയുടെയും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും സ്വാധീനം ഈ തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനത്തിന്റെ ശക്തിയുടെ പ്രതിഫലനമാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സൂചകമായി ഈ തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ സ്ഥിരമായി മേധാവിത്വം നേടാൻ ഇടതുപക്ഷത്തിന് സാധിക്കാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണം പ്രാദേശിക വിഷയങ്ങളിൽ CPM, CPI ഉൾപ്പെടെയുള്ള പാർട്ടികളുടെയും വർഗ ബഹുജന സംഘടനകളുടെയും ശക്തമായ ഇടപെടലുകളാണ്. താഴെത്തട്ടിലുള്ള അവരുടെ സംഘടനാ സംവിധാനം വളരെ ശക്തമാണ്. തങ്ങളുടെ ഈ വിജയം ഇത്തവണയും ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നും ഇടതുപക്ഷം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ അവർ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ അഴിമതികൾ കണ്ടെത്തുന്നതിനായി നടത്തുന്ന മിന്നൽ പരിശോധനകൾ ഇതിന്റെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. സമാനമായ നീക്കങ്ങൾ മറ്റ് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഇടതുപക്ഷം ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണപരമായ വീഴ്ചകൾ കണ്ടെത്താനും ഇടതു പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട്. ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കാര്യമായ മേധാവിത്വം നേടാൻ കഴിയില്ലെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. UDF-ലെ പ്രധാന കക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രമല്ല BJP നേതൃത്വം നൽകുന്ന NDA-യും പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ജനകീയരും കഴിവുള്ളവരുമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കുക എന്നതാണ് ഈ പാർട്ടികളുടെ പ്രധാന തന്ത്രം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാർട്ടി അണികളോട് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയം നേടുക എന്നത് ഒരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ സാമ്പത്തിക വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ BJP-യെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പുതുതലമുറയ്ക്ക് പ്രാതിനിധ്യം നൽകണമെന്ന നിലപാടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനുള്ളത്. ഇടതുപക്ഷ പാനലിൽ മത്സരിക്കുന്ന ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ ഇടതുപക്ഷ MP-മാർ നടത്തിയ ഫലപ്രദമായ ഇടപെടലുകൾ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ ഗുണം ചെയ്യുമെന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയം യുവതലമുറയുടെ കൈകളിലേക്ക് മാറുന്നതിന്റെ സൂചനകൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പുകളിൽ കാണാനാകും. മിക്ക രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി യുവജന നേതാക്കൾക്ക് മത്സരിക്കാൻ അവസരം നൽകാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുവാക്കൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സിറ്റിംഗ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയും KSU സംസ്ഥാന പ്രസിഡന്റായ അലോഷ്യസ് സേവ്യറും മുസ്ലിം ലീഗിലെ PK ഫിറോസ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും കഴിഞ്ഞ തവണ താനൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും ഇത്തവണയും ഫിറോസിന് അവസരം നൽകുമെന്ന് ലീഗ് കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായി മനു പ്രസാദും. യുവജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാൻ സാധ്യതയുള്ളത് ഇടതുപക്ഷമാണ്. SFI-യിലും DYFI-യിലും പ്രവർത്തിച്ച നിരവധി യുവ നേതാക്കൾക്ക് ഇത്തവണ അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട്. SFI സംസ്ഥാന പ്രസിഡന്റായ ശിവപ്രസാദ് ആലപ്പുഴ ജില്ലയിൽ നിന്നും മത്സരിച്ചേക്കാം. കായംകുളം മണ്ഡലത്തിൽ നിലവിലെ MLA പ്രതിഭയുടെ 2 ടേം പൂർത്തിയായതിനാൽ ഈ മണ്ഡലം ശിവപ്രസാദിന് നൽകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം SFI മുൻ സംസ്ഥാന പ്രസിഡന്റായ അനുശ്രീയെ കണ്ണൂരിൽ നിന്നും മത്സരിപ്പിക്കാൻ CPM ശ്രമിച്ചേക്കാം. SFI മുൻ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോ പാലക്കാട് ജില്ലയിൽ നിന്നും മത്സരിക്കാൻ സാധ്യതയുണ്ട്. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് കണ്ണൂരിൽ നിന്നും മത്സരിക്കും. DYFI പ്രസിഡന്റ് V വസീഫ് കോഴിക്കോട് ജില്ലയിൽ നിന്നും മത്സരിക്കും. DYFI നേതാവ് SK സജീഷ് പേരാമ്പ്രയിൽ നിന്നും മത്സരിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പുമാണ്. കൂടാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രൻ നേമം ഉൾപ്പെടെ തിരുവനന്തപുരത്തെ പ്രധാന മണ്ഡലങ്ങളിൽ നിന്നും മത്സരിച്ചേക്കാം. കൊല്ലത്ത് മുകേഷ് MLA-യുടെ സ്ഥാനത്ത് ചിന്ത ജിറോമിന് അവസരം നൽകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പുറമെ നിരവധി മുൻ SFI, DYFI നേതാക്കൾക്ക് CPM അവസരം നൽകിയേക്കാം. ഈ തിരഞ്ഞെടുപ്പുകൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറിയേക്കാം. യുവതലമുറയുടെ കടന്നുവരവ് കൂടുതൽ ചലനാത്മകവും ആവേശഭരിതവുമായ രാഷ്ട്രീയത്തിന് വഴിയൊരുക്കുമോ എന്ന് കണ്ടറിയണം.